ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. റമളാൻ 1 വിശേഷങ്ങളാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ തരി കാച്ചുന്ന വീഡിയോ ഉണ്ട്, അതുപോലെ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ വറുത്തരച്ചിട്ടുള്ള കറിയുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്നൊന്നും തരിയൊന്നും കാച്ചില്ല കേട്ടോ, വല്ലപ്പോഴാണ് കാച്ചുള്ളൂ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലേക്ക് ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇതുപോലെയാണ് കാച്ചുക എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതുണ്ട്, കുറച്ച് ചിക്കൻ ഉണ്ട്, അതുപോലെ ഒരു ഉരുളൻകിഴങ്ങുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് സബോള മുറിച്ചെടുക്കാം. അപ്പോൾ ഉമ്മ അവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചതച്ച് വെക്കാറില്ല. ഉമ്മ തൊലി കളഞ്ഞ് തരും, അപ്പോൾ വേഗം എടുത്തിട്ട് ചതച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക. അപ്പോൾ അത് മാറ്റി വെച്ച് ഇനി നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടാം. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് അപ്പോൾ തിളക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പൊടിയിട്ടിട്ടാണ് വാട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നൈസായിട്ട് പത്തിരി പരത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അതിലൊരു 1/4 കപ്പ് മൈദയും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പരത്തുമ്പോൾ പൊട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം പത്തിരി നമ്മൾ കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല നൈസ് പത്തിരി കിട്ടും. പക്ഷേ ഇപ്പം ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് പരത്തണമൊന്നുമില്ല. ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കാൻ വിചാരിച്ചിട്ടാണ്. നേരം വൈകിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ പരത്തലും കൂടി ആയ സമയം വൈകുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ അരിപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വാട്ടിയെടുത്തത്. ഇനിയിപ്പോൾ തരി കാച്ചണ്. അപ്പോൾ അതിന് നെയ്യ് വേണ്ടവർ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഡാൽഡയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തു, എനിക്കിവിടെ നെയ്യ് ഇഷ്ടമല്ല. അത് കാരണം കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തു, അതിലേക്കത്തെ ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ല, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ആ ഉള്ളി ഒന്ന് വാടിയല്ല, നമ്മൾ മുരിഞ്ഞ് വരണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയപ്പോൾ ഒരു ചെറിയ സ്പൂണ് റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. തരി കാച്ചുമ്പോൾ എന്തായാലും റവ വേണമല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് 2 ഇളക്കിയതിൻ്റെ ശേഷം ഇതാ ഇട്ട് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ. സേമിയ ഇട്ട് തരി കാച്ചുമ്പോൾ പ്രത്യേക രുചി കൂടുതലാണ്. റവ മാത്രം ഇട്ടിട്ട് തരി കാച്ചുന്നവരുണ്ട്, സേമിയ ഇട്ടിട്ട് കാച്ചുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കേട്ടോ കാച്ചെടുക്കുക. എൻ്റെ ഉമ്മയുടെ വീട് ചാവക്കാടാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ റവയും അതുപോലെ സേമിയയും കൂടി ഇട്ടിട്ടാണ് ഇങ്ങനെ തരി കാച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് ആ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നാളികേരപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, പശുമ്പാലല്ല. ഞാനിവിടെ തരി കാച്ചുമ്പോൾ നാളികേരപ്പാലാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഇനി തേങ്ങാപ്പാലും പശുമ്പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ, രണ്ടും കൂടിയിട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കണവരുണ്ട്. എൻ്റെ അവിടുത്തെ ഉമ്മൊക്കെ തരി കാച്ചുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. തേങ്ങാപ്പാലും അതുപോലെ പശുമ്പാലും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് തുല്യ അളവിലെടുത്തിട്ടാണ് തരി കാച്ചെടുക്കാറുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഓരോ നാട്ടിലേക്ക് ഓരോ വ്യത്യാസങ്ങളുണ്ട്. അവരും ചാവക്കാട്ടേരാണ്, എൻ്റെ ഉമ്മയുടെ വീട്ടിലും ചാവക്കാട്ടേരാണ്. പക്ഷെ ഉമ്മയുടെ വീട്ടിൽ നാളികേരപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഞാനും നാളികേരപ്പാൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ചിട്ട് ആ സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ. തരി എപ്പോൾ കാച്ചുമ്പോഴും നമ്മൾ കുറച്ച് ലൂസായിട്ട് കാച്ചി വെക്കണം, എന്നാലാണ് നമ്മളത് കുടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചെറിയ കട്ടിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അത് അപ്പം പോലെ മുറിച്ചെടുക്കേണ്ടി വരും. അത് കാരണം തരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടാക്കി വെക്കണം. ഇനി ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ, നോമ്പ് തുറന്നു പറഞ്ഞാൽ എല്ലാം കൂടി മധുരം ആവുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ ഇത്ര ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുടിക്കണ ഒരു സമയത്തേക്ക് ചെറിയൊരു കട്ടി വരും. ഇനി ഇതൊന്ന് കിടന്നൊന്ന് തിളച്ച് വന്നോട്ടെ. നമ്മൾ പഞ്ചസാരയൊക്കെ നലിഞ്ഞ് ആ പഞ്ചസാര ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് പോയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ശേഷം ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ല ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഒരു കുറച്ച്, നമ്മളൊരു പിഞ്ച് എന്ന് പറയുന്ന പോലെ ഒരു തരി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ നമ്മൾ 2ാം പാലിലാണ് ഇതൊക്കെ വേവിച്ച് എടുത്തത്. ഇനി ആദ്യത്തെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പത്തിരിയിലേക്കും കൂടിയിട്ടുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ആയി തുടങ്ങുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ തരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാറ്റി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തരി റെഡിയായി. ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ കറി ഞാൻ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, സബോള ഇട്ട് കൊടുത്തു, ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഒരു 2-3 വിസിലടിച്ച ചിക്കൻ കറി റെഡിയായി. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുന്നേ ഇതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇനി കറി വേഗം ആയാൽ നമുക്ക് ബാക്കിയുള്ള പണിക്ക് നിൽക്കാമല്ലോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ കറി വേഗം വെച്ച് വെക്കണത്. അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ആ ഒരു മസാല കുത്തണ മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം കേട്ടോ, കുറച്ച് കഷ്ണങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കട്ട്ലേറ്റിനും സമൂസക്കും അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ചിക്കൻ്റെ നല്ല നല്ല പീസുകളൊക്കെ നമ്മൾ മാറ്റി വെക്കും. ഞാൻ അങ്ങനെയാണ്, നോമ്പായാലും അങ്ങനെയാണ്. നമുക്ക് എന്തായാലും എണ്ണക്കടികൾ വേണം, ഒരെണ്ണെങ്കിലും വേണം, നിർബന്ധമാണ്. നോമ്പിന് എത്ര ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ആ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കിയാലൊരു സമാധാനമാവുള്ളൂ. അപ്പം ഇനി അത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സമൂസക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നോമ്പ് എടുത്താൽ അവർക്ക് സമൂസ നിർബന്ധമാണില്ലേ. ഞാൻ പറയും എൻ്റെ ചെറുപ്പത്തിലൊന്നും സമൂസ ഒന്നും അല്ലായിരുന്നു. അന്നൊക്കെ പഴംപൊരി അല്ലെങ്കിൽ കായബജി, മുളക് ബജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് സമൂസ ഇല്ലാതെ നോമ്പ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ സബോളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ അതാണ് കേട്ടോ ചതച്ചിട്ടേക്കണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ, കുറച്ച് മുളക് പൊടി അത്ര പോലും മല്ലിപ്പൊടി വേണ്ട, എന്നാലും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലക്കുത്തൊക്കെ ഒന്ന് പോയി വരണം, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പോൾ അതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഗ്രീൻ പീസും പിന്നെ അതൊക്കെ വേവിക്കുമ്പോൾ നമ്മളതിൽ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പ് വേണ്ട, സബോളയിലേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കുക, ഉരുളൻകിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ. അപ്പോൾ ചിക്കൻ മിക്സിയിൽ പോയിട്ടൊന്ന് അടിച്ചെടുക്കരുത് കേട്ടോ, കൈ കൊണ്ട് തന്നെ പിച്ചിട്ട് ഇടണം. എന്നാലാണ് നമുക്ക് സമൂസ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുള്ളൂ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമൂസ ഒക്കെ കഴിക്കുമ്പോൾ അതിൽ ചിക്കൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കത് കടിക്കാൻ കിട്ടണം. അല്ലാണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടത് ക്രഷ് ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് കടിക്കാൻ കിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, തരിതരിയായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് തന്നെ പിച്ചിടണം. എന്നാൽ നമുക്ക് സമൂസ കഴിക്കുമ്പോൾ ചിക്കൻ സമൂസ എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ അതിരുന്ന് ഇനി ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് നാളികേരം വറുത്തെടുക്കണം. നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള നാളികേരം വേണമല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിനുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ ഇതുപോലെ ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുക്കണം. പട്ട ഇട്ടിട്ട് നമ്മൾ നാളികേരമൊക്കെ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ചൂടാറട്ടെ, നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും സമൂസ ഉണ്ടാക്കുക. സിഡ്സിൻ്റെ സമൂസ ഷീറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് സമൂസ അല്ല. ഇത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയാലാണ് എനിക്ക് ശരിയാവാറുള്ളത് കേട്ടോ. ഇതാകുമ്പോൾ പൊട്ടി പോകുന്നില്ല. ബാക്കി കുറേ സമൂസ ഷീറ്റ് ഞാൻ മേടിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കണ ആ ഒരു ഇതൊക്കെ കിട്ടാറില്ല കേട്ടോ. നമുക്ക് നന്നായിട്ടിത് ഫോൾഡ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ വിചാരിച്ച രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സമൂസ കടയിലേക്ക് കൊടുത്തിരുന്നു കേട്ടോ. നമ്മുടെ ഐഷാത്താടെ വീട്ടിലേക്ക്. എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവർക്ക് അറിയാം ഐഷാത്താനെ. അപ്പോൾ ഐഷാത്താക്ക് മന്തിക്കടയാണ് കേട്ടോ ചെറുത്തുരുത്തിയിലുള്ളത്. ചെറുത്തുരുത്തി പാലത്തിൻ്റെ അവിടെ ഹംദി കുഴിമന്തിയാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനും അവൻ്റെ വൈഫും കൂടിയിട്ടാണ് സമൂസ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അവർക്ക് മന്തി മാത്രമേ ഉണ്ടാവാറുള്ളൂ കടയിൽ. അപ്പോൾ ആ നോമ്പ് തുറക്കെ ആവുമ്പോൾ ആ ഒരു സമയത്തേക്ക് ഉന്നക്കായും സമൂസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഉരുളൻകിഴങ്ങിൻ്റെ പകരം ക്യാരറ്റാണ് കേട്ടോ ഇടാറുള്ളത്. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് തണുത്ത് പോവും. ഇത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അപ്പോൾ പൊരിച്ചിട്ട് എടുക്കുന്നതാണല്ലോ. അത് കാരണമാണ് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ പകരം കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇന്നൊരു തരം എണ്ണക്കടി മാത്രം ഉണ്ടാക്കിയെടുക്കുള്ള സമൂസ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട്. ദിവസം നമുക്ക് ഒരേ എണ്ണക്കടികൾ മതി, നിർബന്ധമാണല്ലോ. മോനിക്ക് നോമ്പെടുത്തിട്ട് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു എണ്ണക്കടി ആവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതും അധികം വേണ്ട, ഈ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് എടുക്കാനുള്ളത് അത്ര മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം മൈദ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണത്. മൈദ കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയെടുത്തിട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് ഞാൻ കാണിച്ചു തരാഞ്ഞതും പറയാഞ്ഞതും. അപ്പോൾ നമ്മുടെ സമൂസൊക്കെ അവിടെ ആക്കിയെടുക്കണുണ്ട്. അപ്പോഴത്തേന് ഞാനവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വൈകിയിട്ടുണ്ട്. ഞാൻ നോമ്പിന് 4:30 ശേഷമാണ് കേട്ടോ കയറുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓതാനുള്ള സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറുള്ളൂ. ഒരു 4:30 കയറിയാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേനും കഴിയും. അതിനിവിടെ എൻ്റെ ഉമ്മക്ക് നല്ല പരാതിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ 4:30 കയറുള്ളത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എണ്ണൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 3 വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഭാഗം മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്കത് മുരിപ്പിച്ചിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ.
ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉമ്മ ചുട്ട് തരുന്നുണ്ട്. ഞാൻ പ്രസ്സിൽ പരത്തി കൊടുക്കുമ്പോൾ ഉമ്മ അപ്പുറത്ത് നിന്ന് ചുട്ട് തരുന്നുണ്ട്. പിന്നെ വെള്ളം കലക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കാഷ് കലക്കി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ വീട്ടിലും തിരക്കാണില്ലേ, നമുക്ക് എത്ര ചെയ്താലും കഴിയില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തുണ്ടാവും കേട്ടോ പാത്രങ്ങൾ, അത് കഴുകിയെടുക്കാനാണ് പണി. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം കൂടി ആയ കാരണം കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് പാത്രങ്ങൾ കഴുകിയിട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും പറ്റില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പാത്രങ്ങൾ കഴുകാൻ പറ്റുക. ഇനി അതായിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് നാളികേരം അരച്ചൊഴിക്കുക. അപ്പോൾ ഞാൻ നാളികേരം അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തെ തന്നെ 6:15 എന്നാലും ബാങ്ക് കൊടുക്കുന്ന സമയത്തേക്ക് എല്ലാം ടേബിൾ മിൽക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ പത്തിരി, നാളികേരപ്പാൽ, ചിക്കൻ കറി. അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. തൈരി, പിന്നെ സമൂസ, തണ്ണിമത്തന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. നമ്മൾ 3 ആളെയുള്ളൂ. കുറേ ഉണ്ടാക്കിയിട്ട് കളയണങ്ങാട്ടി നല്ലതാണല്ലോ. ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുക. ഇനി ബാങ്ക് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തരി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ തരിയൊക്കെ മുന്നേ ഉണ്ടാക്കി വെക്കണം. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തരി തന്നെ കാച്ചി വെക്കുക. പിന്നെ മധുരമൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാമല്ലോ. പിന്നെ തരി കുടിച്ചാൽ ക്ഷീണം മാറും എന്നല്ലേ പറയുക. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.